നമ്മുടെ പിണറായി ഭരണത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? 100% പരാജയം. 5 മാസം പെൻഷൻ കിട്ടാണ്ടത് എഴുതിക്കൊണ്ടെങ്കിൽ പോയേ സമ്പാദിച്ചിട്ടുണ്ട്. അവൻ്റെ അച്ഛനെ വരെ സമ്പാദിക്കട്ടെ. ഇവിടെ ഈ ഭരണം അങ്ങനത്തെ ഭരണമല്ല, ജനങ്ങൾ മൊത്തം ഈ ഭരണത്തിനെതിരാണ്. അത്ര നല്ലൊരു അഭിപ്രായമല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ. എന്താണ് ഇപ്പോൾ പിണറായി പൊതുജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിന് 3 വയസ്സാകാൻ കൃത്യം 2 മാസം മാത്രം ബാക്കി. കേരളത്തെയാകെ നവീകരിക്കുക എന്ന ദീർഘവീക്ഷണത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. സർവ്വ മേഖലയിലും അഴിമതി നടത്തുകയെന്ന ലക്ഷ്യമേ സർക്കാരിനുള്ളൂവെന്ന് ജനങ്ങളും. സത്യത്തിൽ നിലവിലത്തെ ഭരണത്തെക്കുറിച്ച്, പിണറായി ഭരണത്തെക്കുറിച്ച് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? ജനങ്ങളിലേക്ക്. പിണറായി ഭരണത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇവരൊന്നും പറയാനില്ല. എന്ത് ഭരണകൂടം നടക്കണം, ഒന്നും നടക്കണില്ല. ഈ പെൻഷൻ വരെ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ പിണറായി ഭരണത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? 100% പരാജയം. പിന്നെ സത്യം പറയണ്ടേ, അടിപൊളി. 100% പരാജയം, അടിപൊളി. ഇനി ഇതിലപ്പുറം എന്താ പറയണ്ടേ? ഇനി LDF ഭരണം വരാൻ സാധ്യതയുണ്ടോ? പിന്നെ ത്രിപുര സെയിം ലൈക്ക് ബംഗാൾ വരും. അവിടുത്തെ ആൾക്കാർ ഇവിടെ പൊറോട്ട അടിക്കുന്നു, ഇവിടുത്തെ ആൾക്കാർ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞത് മാഡത്തിന് മനസ്സിലാവുന്നുണ്ടോ? സെയിം ലൈക്ക് ബാബർ ഷോപ്പ്, സെയിം ലൈക്ക് ഹോട്ടൽ. ഇനി എവിടെയാണ് അവർ വരാനില്ലാത്തത്? അപ്പം അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം ഞാൻ എവിടെ എത്തും? ചിലപ്പോൾ ഒരു പക്ഷേ മാവേലി ചവിട്ടി താഴ്ത്തിയമാതിരി പാതാളത്തിലേക്ക് ആയിരിക്കാം സാധ്യതയുണ്ട്. കനലൊരു തരി മതി. 5 മാസം പെൻഷൻ കിട്ടാണ്ടത് എഴുതിക്കൊണ്ടെങ്കിൽ പോയേ സമ്പാദിച്ചിട്ടുണ്ട്. അവൻ്റെ അച്ഛനെ വരെ സമ്പാദിക്കട്ടെ. 12 ശരി താങ്കൾ കഷ്ടപ്പെടും. ഇപ്പോൾ TV ഒന്നും വേണ്ട. ഇത് ഇഷ്ടം മതി, ഇഷ്ടപ്പെട്ട്. ഞാൻ LDF തന്നെയായിരുന്നു പഴയ കാലത്തൊക്കെ. എന്ത് പറ്റിയെന്നാ ഞാനൊന്നും പറയില്ല. എൻ്റെ മോളെ പ്രായമല്ലോ കാര്യം പറഞ്ഞ വേണ്ട. ആ കേസ് ഇത് TV പറഞ്ഞല്ലേ. ഞാൻ പ്രായം കൂട്ടില്ല, 85 വയസ്സായി. അത്ര നല്ലൊരു അഭിപ്രായമല്ല. പിന്നെ ഏത് പാർട്ടിയും പറ്റില്ല. ഒരു പാർട്ടിയെ കുറ്റം പറയില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മൾ പണിയെടുത്ത് നമുക്ക് ജീവിക്കാം. ഇവിടെ ഈ ഭരണം അങ്ങനത്തെ ഭരണമല്ല, ജനങ്ങൾ മൊത്തം ഈ ഭരണത്തിനെതിരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായം പൂർണ്ണമായിട്ടും അത് ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ഇതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ. പിന്നെ ഒരു 2 വീലറായിട്ടാ അല്ലെ വേറെ വല്ല ഇതായിട്ടാ. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നല്ലതല്ല എന്ന് പറഞ്ഞില്ല. ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഒരു വീടുണ്ടാക്കണമെങ്കിൽ അതിന് പെർമിഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ 10% കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിണറായി പറയുന്നത് പ്രത്യേകിച്ച് പരാജയമാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ഗുണമായിട്ട് തോന്നുന്നില്ല. എന്താണ് ഇപ്പോൾ പിണറായി പൊതുജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? റേഷൻ കാർഡിൽ അരി അടക്കം തരുന്നില്ല. കേന്ദ്ര സർക്കാരാണ് അവരുടെ ബില്ല് വേറെ അടിച്ചു തരിക. ഇവിടുത്തെ സർക്കാർ എന്താ മണ്ണെണ്ണ 6 ലിറ്റർ തരുന്നതും തരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു പരാജയം തന്നെയല്ലേ. പിന്നെ സാധനങ്ങൾ ഓരോ വിലകയറ്റും എല്ലാം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടും, ഓരോരുത്തർക്കുള്ള ബുദ്ധിമുട്ടും എല്ലതും ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാരിനെ കൊണ്ട് വലിയ ഗുണമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പിണറായി ഭരണത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. കറക്റ്റ് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് തന്നെയാണ്. ഇതിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന ടൈമിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കണല്ലോ. മാർക്സിസ്റ്റ് ഞങ്ങൾക്കും സ്ട്രോങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ രാഷ്ട്രീയമല്ല, പിന്നെ ഓരോരുത്തർക്ക് പറഞ്ഞുണ്ടാക്കുമല്ലോ അങ്ങനെയാണ് LDF ഇങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളതിൽ LDF
നല്ലൊരു ഭരണമാണ് പിണറായി വിജയൻ്റെ.